അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗം എന്ന് പറയുന്നത് സ്പഷ്ടബ്രഹ്മലിംഗയുക്തം വാക്യം എന്നുള്ള, അതായത് സ്പഷ്ടബ്രഹ്മലിംഗ വാക്യമാണ്. ഈ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ നമുക്ക് കാണാം, അപ്പോൾ ഇനിയിപ്പോൾ ഇനി വരാൻ പോകുന്ന അടുത്ത ഈ ആകാശത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ മന്ത്രം, അതായത് അഥയേഷഃ അന്തരാദിത്യേ ഹിരണ്മയഃ പുരുഷഃ ദൃശ്യത്തെ ഹിരണ്യശ്മശ്രുഃ ഹിരണ്യകേശ ആപ്രണഘാത് സർവയേവ സ്വർണഃ തസ്യ യഥാ കപ്യാസം പുണ്ഡരീകമേവമക്ഷിണീത സ്യോദിതി നാമ. സ ഏഷ സർവേഭ്യഃ പാപ്മഭ്യഃ ഉദിതേതി ഹവൈ സർവേഭ്യഃ പാപ്മഭ്യോ യേവം വേദ. അർത്ഥം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഛാന്തോഗ്യോപനിഷത്തിലെ 1:6 പിന്നെ 7-8 ഈ മന്ത്രങ്ങളാണ്. ആദിത്യാന്തർഭാഗത്തിൽ യാതൊരു ഹിരണ്യപുരുഷൻ ഹിരണ്യസമമായ മുഖരോമവും തലരോമവും ഉള്ളവനായിട്ട്, ഇങ്ങനെയുള്ള ഈ പുരുഷനെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ്റെ പേര് ഉത്ത് എന്നാണ്. അവനെ ഉപാസിക്കുന്നവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു എന്ന്. അപ്പം ഇവിടെ ഈ ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ ആദിത്യാന്തർഗതനായിട്ടുള്ള ദേവൻ ബ്രഹ്മമാണോ അതോ ഒരു ദേവത, ജീവാത്മ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദേവതയാണോ? അപ്പോൾ ആ പുരുഷനെ ഉപാസിക്കുവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഉപാസിക്കാൻ പറയുന്ന തരത്തിലാണ് സർവേഭ്യഃ പാപ്മഭ്യഃ യേവം വേദ, സർവപാപങ്ങളിൽ നിന്നും ഉപാസിക്കുന്നവൻ മുക്തനാകുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ആ പുരുഷനെ തന്നെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് അത് അധ്യാത്മമപി യേഷഃ അന്തരക്ഷിണി അക്ഷിണി പുരുഷഃ ദൃശ്യത്തെ. അപ്പോൾ ഈ കണ്ണുകൾക്കുള്ളിൽ കാണുന്ന പുരുഷന് ആധ്യാത്മ പുരുഷൻ എന്നും, അതേമാതിരി ആദിത്യേ ഹിരണ്മയഃ പുരുഷഃ, ആദിത്യനിൽ കാണുന്ന ഹിരണ്മയനായ പുരുഷനെ അധിദേവത പുരുഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പുരുഷനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണോ അതോ മറ്റൊരു സോപാധികമായിട്ടുള്ള അല്പമായിട്ടുള്ള ദേവതാവിശേഷത്തെയോ മറ്റോ ആണോ? ഇതാണ് ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാണുന്നത് ഈ സ്പഷ്ടബ്രഹ്മലിംഗവാക്യങ്ങളും അസ്പഷ്ടബ്രഹ്മലിംഗവാക്യങ്ങളും എന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും ഇത് സ്പഷ്ടബ്രഹ്മലിംഗവാക്യങ്ങളിൽ തന്നെ പറയുന്നു. കാരണം അവിടെ പറയുന്നത് യേശ സർവേശ്വരഃ യേശ ഭൂതാധിപതി, ഇപ്രകാരമുള്ള പ്രയോഗമുണ്ട്. അതായത് ഇവൻ സർവേശ്വരനാണ്, ഇവൻ യമൻ, ഇവൻ ഇന്ദ്രൻ, ഇങ്ങനെയുള്ളതെല്ലാം പറയുന്നു. അതുകൊണ്ട് ആദിത്യനിലും കണ്ണിലും ഉമാസ്യത്വേന ഉപദേശിക്കുന്ന ശ്രുതി പരമേശ്വരനെ തന്നെയാണ് കാണിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ദേവതയ്ക്ക് പറയുന്ന പേരാണ് ഉത്ത് എന്നാണ് ആ ദേവതയ്ക്ക് പേരും കൊടുത്തു. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിൽ കാണുന്നത് ഉദ്ദിത ഉദേതി എന്ന് ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഉത് ഇതി എന്ന്.
യ ആത്മാ അപഹത പാപ്മാ, യാതൊരുവൻ പാപസംബന്ധമില്ലാത്തവനായിരിക്കുന്നു അവനാണ് ആത്മാ എന്നർത്ഥമുള്ള ശ്രുതിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ തീർച്ചയായിട്ടും ഇത് ബ്രഹ്മത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ജീവാത്മസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദേവത വിശേഷത്തെ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർവ്വപാപങ്ങളിൽ നിന്ന് മുക്തനാകുന്നു തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഈ പ്രയോഗങ്ങളൊന്നും സാധ്യമാവത്തില്ല എന്ന്. പിന്നെ ജീവാത്മാവിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടാവുന്നില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഇനിയിപ്പം ഒന്നുകൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്, എവിടെയൊക്കെയാണോ ഇവിടെ മുക്തിക്ക് വേണ്ടിയിട്ട് പറയുന്ന പ്രയോഗങ്ങളും അതേമാതിരി ഈ വ്യാവഹാരിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന പ്രയോഗങ്ങൾ, അതായത് മന്ത്രങ്ങളിലെ ഉള്ള പ്രസ്താവനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ സോപാധിക ബ്രഹ്മവും നിരുപാധിക ബ്രഹ്മവും എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. എവിടെയാണോ നിരുപാധിക ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്, നിരുപാധികം ചേത് ജ്ഞാതവ്യം സോപാധികം ചേത് ധ്യാതവ്യം, ഇതാണ് ഇതിൻ്റെ ഈ ഭേദം എന്ന് പറയുന്നത്. എവിടെയാണോ നമുക്ക് സോപാധികമായിട്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്, അവിടെ നമുക്ക് ഈ സോപാധിക ബ്രഹ്മത്തെ നമുക്ക് അറിയുക എന്നതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, പകരം അവിടെ നമ്മൾ ഉപാസിക്കണം. ഇതാണ്. പിന്നെ നിരുപാധിക ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നിരുപാധിക ബ്രഹ്മത്തെ നമുക്ക് ഉപാസിക്കുവാൻ സാധിക്കുകയില്ല, അത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് നിരുപാധികം ചേത് ജ്ഞാതവ്യം സോപാധികം ചേത് ഉപാസിതവ്യം, ഈ മാതിരിയുള്ള പ്രയോഗങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭേദങ്ങൾ തിരിച്ച് അറിയണം. അപ്പോൾ അങ്ങനെ ഈ ഉപനിഷത്തുകളിൽ പല ഭാഗങ്ങളിലും ഉപാസിക്കണം എന്ന് പറയുന്ന ഭാഗങ്ങൾ വരുമ്പോൾ അതിന് തീർച്ചയായിട്ടും ആ ഉപാസിക്കണം എന്ന് പറയുന്ന ഭാഗങ്ങളിലോടനുബന്ധിച്ചിട്ട് സോപാധിക ബ്രഹ്മത്തെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത്, പിന്നെ ഫലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഈ ഫലം ഏത് തരത്തിലുള്ള ഫലത്തെക്കുറിച്ചാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചും കൂടെ നമ്മൾ നോക്കണം. അതായത് സർവ്വപാപങ്ങളിൽ നിന്ന് മുക്തനാകുന്നു എന്ന് പറയുന്നതും അതേമാതിരി സ്വർഗാദി ഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും ഉള്ള ഭേദങ്ങളെ അറിഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ ഈ അത് പറഞ്ഞിരിക്കുന്നത് നിരുപാധിക ബ്രഹ്മത്തെയാണോ സോപാധിക ബ്രഹ്മത്തെയാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതേമാതിരിയാണ് ഇവിടെ വേറൊന്നുകൂടെ തിരിച്ചറിയേണ്ടത്, സ്പഷ്ട ബ്രഹ്മലിംഗവാക്യമായിട്ടാണോ ഇത് കിടക്കുന്നത്, അസ്പഷ്ട ബ്രഹ്മലിംഗവാക്യമായിട്ടാണോ കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ അസ്പഷ്ട ബ്രഹ്മലിംഗവാക്യം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ തീർച്ചയായിട്ടും ഉപാസിക്കാൻ തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മന്ത്രം, മുണ്ടകോപനിഷത്തിലെ ഒരു മന്ത്രമാണ്, യസ്മിൻ ദ്യൗ പൃഥിവീ ചാന്തരീക്ഷം ഓതം മനസ്സഹ പ്രാണൈശ്ച സർവേ. ഇവിടെ നമുക്ക് കാണുന്നത് സൂത്രരൂപ ഹിരണ്യഗർഭ, സൂത്രരൂപമായിട്ടുള്ള ഹിരണ്യഗർഭനെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഹിരണ്യഗർഭനെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നതാണ് ബ്രഹ്മാജി. അപ്പോൾ ഹിരണ്യഗർഭനെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ ഉപാസിതവ്യം എന്ന് നമ്മൾ എടുക്കണം. അവിടെയാണ് ഈ അസ്പഷ്ട ബ്രഹ്മലിംഗവാക്യം വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ സൂത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അന്തരധികരണത്തിൽ ഈ അന്തരധികരണത്തിലുള്ള മന്ത്രം നോക്കുക. ഇതിനകത്ത് ഈ ആദിത്യാന്തർഗതനായ പുരുഷനെ കുറിച്ച് പറയുന്നു. ഇതാണ് അന്തർ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് അതിദേവതാരൂപമായ ആദിത്യാന്തർഗതനായ പുരുഷനെക്കുറിച്ച് പറയുന്നു. 2 ഈ ചക്ഷുരന്തർഗതനായിട്ടുള്ള ആധ്യാത്മ പുരുഷനെക്കുറിച്ചും പറയുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന പുരുഷൻ യഥാർത്ഥത്തിൽ ആരാണ്? ഇതാണ് ചോദ്യം.
അപ്പോൾ അതുകൊണ്ടാണ് അന്തഹ തദ്ധർമ്മോപദേശാത്ത് എന്നുള്ളതാണ് സൂത്രം കിടക്കുന്നത്. അപ്പം തദ്ധർമ്മോപദേശാത്ത് എന്ന് പറയുമ്പം ഇത് നമ്മുടെ ഏത് പ്രകരണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മസംബന്ധമായ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറയുന്നതിനാൽ ഇത് തീർച്ചയായിട്ടും ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല, ഇത് തന്നെയാണെങ്കിൽ പല ശ്രുതികളിലും ആവർത്തിച്ചുള്ള പല പ്രയോഗങ്ങളുമുണ്ട്. അവിടെ പറയുന്നതാണ് തസ്യ ഋക്ച സാമച്ച ഗേഷ്ണൗ, ഋക്ക് സാമം എന്ന വേദങ്ങൾ അവൻ്റെ ഗാനസാധനങ്ങളാകുന്നു. ഇങ്ങനെയൊക്കെയുള്ളത്. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മഹത്വം, ബലം മുതലായ ഉത്കൃഷ്ട ഗുണങ്ങൾ തികവുള്ള ഏതൊന്നിനെ കാണുമ്പോഴും അതെല്ലാം എൻ്റെ അംശമാണെന്ന് ധരിച്ച് ഉപാസിച്ചു കൊള്ളുക. ഇപ്രകാരം അവിടെ ഉപാസന എന്ന രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ആ ഉപാസിക്കാൻ പറയുന്നത് അവിടെ അത് ബ്രഹ്മമാണ് എന്നത് നമ്മൾ ഈ സോപാധികമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മായ ഹ്യേഷ മയാ സൃഷ്ട യന്മാം പശ്യസി നാരദ സർവഭൂതഗുണൈർയുക്തം മൈവം മാം ജ്ഞാതുമർഹസി. ഹേ നാരദ, എന്നെ ഏതു വിധത്തിൽ എപ്പോൾ കാണുന്നുവോ ഈ രൂപം എന്നാൽ ഈ സൃഷ്ടിക്കപ്പെട്ട മായാരൂപമാകുന്നു. അതായത് ഭഗവത് രൂപം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഏത് രൂപത്തെയാണ് കാണുന്നതോ ആ രൂപം ഭഗവാൻ പറയുകയാണ് ഈ പ്രയോഗം. ഹേ നാരദ, നാരദ മഹർഷിക്കാണ് ഉപദേശിക്കുന്നത്. എന്നെ ഏതു വിധത്തിൽ ഇപ്പോൾ കാണുന്നുവോ, അപ്പം നാരദൻ ഒരു രൂപം കാണുന്നു, ഭഗവത് രൂപത്തെ കാണുന്നു. ആ കാണുന്ന രൂപത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നതാണ് ഈ രൂപം എന്നാൽ സൃഷ്ടിക്കപ്പെട്ട മായാരൂപമാകുന്നു എന്ന്. അതുകൊണ്ടാണ് മായാമനോഹര ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ മായ എന്നുള്ള ശബ്ദം ചേർത്തുകൊണ്ട് ഭഗവാനെ പല വിധത്തിൽ ഉള്ള ഒരു സ്തുതികളും പുകഴ്ത്തലുകളും ഒക്കെ നമുക്ക് കാണാം. അതായത് ഭഗവാന്റെ രൂപം ഭഗവാൻ കാണിക്കുന്നത് അത് മായാരൂപമാണ്, ഇപ്രകാരമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസിക്കുവാൻ വേണ്ടിയിട്ട് ഭക്തന് കാണിച്ചു കൊടുക്കുന്ന വിശേഷ രൂപം എന്നേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. എന്തുകൊണ്ട് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ് സാധ്യമല്ലാത്തത് എന്നതുകൊണ്ട് അതായത് ഈ ഇതിനകത്ത് അടുത്ത സൂത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ കാണാം. ഭേദവ്യപദേശാച്ച അന്യഹ അതാണ് സൂത്രം 21-ാമത്തെ സൂത്രം പറയുന്നത്. ഭേദവ്യപദേശാച്ച അന്യഹ, ഭേദമായിട്ട് തന്നെ പറയുന്നുണ്ട്, അതിനാൽ ഇത് അന്യമാണ് എന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അന്യഹ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ആണ്, വേറെയാണ്. ഭേദവ്യപദേശ, ഭേദമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്താണ് ആ ഭേദമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അന്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത് നമുക്ക് ഈ ബൃഹദാരണ്യോപനിഷത്തിലെ 3-7-9 മന്ത്രം ഇങ്ങനെ പറയുന്നുണ്ട്. യ ആദിത്യേദിഷ്ടൻ ആദിത്യാദന്തരഃ യമാദിത്യോ ന വേദ യസ്യാദിത്യശരീരം യ ആദിത്യമന്തരഃ യമയതി യേഷ ത ആത്മാന്തര്യാമി അമൃതഃ എന്ന്. അപ്പോൾ ഈ സത്യം അല്ലെങ്കിൽ ബ്രഹ്മ അല്ലെങ്കിൽ ആത്മ എന്നൊക്കെ പറയുന്നത് എന്താകുന്നു? ആദിത്യനെ വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദിത്യനെ ഉപാസിക്കുന്നു. സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ ഈ ചക്ഷുർ വിഷയമായിട്ടുള്ള ആദിത്യൻ ഈ പറഞ്ഞിരിക്കുന്ന ഉപാസ്യമായിട്ടുള്ള ബ്രഹ്മമാകുന്നുവോ? ഇങ്ങനെയാണ് സംശയം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സംശയത്തിനുള്ള മറുപടി ഇവിടെയാണിത്. യ ആദിത്യേ തിഷ്ഠൻ, ആദിത്യനിൽ സ്ഥിതി ചെയ്തുകൊണ്ട്. അപ്പോൾ ആദിത്യനിൽ സ്ഥിതി ചെയ്യുന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കാണാം അത് നമ്മൾ കാണുന്നത് ഒന്ന്, പക്ഷേ നമ്മൾ ഉപാസിക്കേണ്ടത് കാണുന്നതിൽ ഏതൊരു ദേവതയാണോ ഉള്ളത്, കാണുന്നത് ആദിത്യനാണ്. പക്ഷേ ആ ആദിത്യനെ അല്ല ഉപാസിക്കാൻ പറയുന്നത്, പകരം ആദിത്യേ തിഷ്ഠൻ, ആദിത്യനിൽ നിന്നുകൊണ്ട്. ആദിത്യാദന്തരഃ,
ആദിത്യനിൻ്റെ അകത്തായിട്ട് എന്നാണ് പറയുന്നത്. ആദിത്യൻ അതായത് നമ്മുടെ ഹൃദയവാസി നമ്മൾ പറയുമ്പോൾ നാം ഹൃദയത്തിലിരിക്കുന്നവനെ എപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലയോ? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളുടെ ഹൃദയത്തിലിരിക്കുന്നവനെ കാണാൻ സാധിക്കുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ചക്ഷു വിഷയമല്ല. അപ്പം അത് ഹൃദയവാസിയായിട്ടുള്ള പുരുഷന് ഈ ദേഹത്തിന് അന്തഹ എന്ന് പറയുന്നത് പോലെ, ദേഹത്തിനുള്ളിലാണ് എന്ന് പറയുന്നത് പോലെ, ആദിത്യനെ ദേഹമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആദിത്യനുള്ളിൽ വസിക്കുന്നവൻ, ഇതാണ് ഈ പ്രയോഗം. ആദിത്യാദന്തരഹ, ഇതാണ് ആദിത്യൻ്റെ അകത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. യം ആദിത്യോ ന വേദ, ഏതൊരുവനെ ആദിത്യൻ അറിയുന്നില്ലയോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? അതായത് ഈ ബാഹ്യമായിട്ട് നമ്മൾ ഏതൊരു ദേവതയാണോ ആദിത്യൻ എന്ന് പറയുന്നത്, ആ ദേവതയുടെ യഥാർത്ഥമായിട്ട് പരമാർത്ഥ സ്വരൂപമായിട്ടിരിക്കുന്നവനെ ആദിത്യോ ന വേദ, ആദിത്യൻ അറിയുന്നില്ല എന്ന്. ആദിത്യോ ന വേദ യസ്യാദിത്യ ശരീരം, യാതൊരുവൻ്റെ ശരീരമാണോ ആദിത്യൻ എന്ന്. അപ്പോൾ ഇവിടെ ദൃഷ്ടിഗോചരമായ ആദിത്യനെയാണ് എടുത്തിരിക്കുന്നത്. ആ ആദിത്യൻ ശരീരമാണ് എന്ന് സാരം. ആ ആദിത്യാന്തർഗതനായ പുരുഷനാണ്. ഇത് നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിനകത്തും പല ഉപനിഷത്തുകളിനകത്തും ഇതേ മാതിരിയുള്ള പ്രയോഗങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ളതിനകത്താണ് നമുക്ക് സൂര്യനാരായണമൂർത്തി, സൂര്യനിൽ വസിക്കുന്ന പുരുഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിനകത്തൊരു മന്ത്രമുണ്ടല്ലോ, യോസാവസൗ പുരുഷസ്സോഹമസ്മി, ഇത് യഹ അസൗ പുരുഷ സഹ അഹമസ്മി എന്ന്. ഈ ആദിത്യാന്തർഗതനായ യാതൊരു പുരുഷനുണ്ടോ ആ പുരുഷൻ ഞാനാകുന്നു എന്ന്. പിന്നെ അതേമാതിരി അവിടെ തന്നെ പ്രയോഗമുണ്ടല്ലോ, അതായത് ഈ സുവർണമയമായിട്ടുള്ള പൂഷൻ അപാവൃണു എന്ന്. ആദിത്യ, അങ്ങയുടെ ഈ സുവർണമയമായ മൂടിയെ അങ്ങ് മാറ്റിയാലും ഞാൻ സത്യത്തെ ദർശിക്കുവാൻ കാംക്ഷിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് ഈ ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം എന്നുള്ള ആ മന്ത്രമുണ്ടല്ലോ. ഈ ഹിരൺമയമായ പാത്രത്തിനാൽ സത്യത്തിൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. ആ മൂടിയിരിക്കുന്ന പാത്രത്തെ തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ, ആ സത്യത്തെ കാണുവാൻ കാംക്ഷിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് ആ മൂടിയെ മാറ്റിയാലും, ആ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതായത് യഹ ആദിത്യ അന്തരേ യമയതി യേഷ ത ആത്മാ അന്തര്യാമി അമൃത, ആ അന്തര്യാമിയായിട്ടുള്ളതാകുന്നു ആ അമൃതനായ പുരുഷൻ എന്ന്. ഏതൊരുവൻ ആദിത്യമണ്ഡലത്തിലിരിക്കുന്നു അവന് യാതൊരുവൻ്റെ ശരീരമോ, ഏതൊരുവൻ ആദിത്യനെ നിയമനം ചെയ്യുന്നുവോ, അതാണ് ആദിത്യമന്ത്രഃ യമയതി എന്ന് പറഞ്ഞത്. അതേന്ന് സംയമതി എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ആദിത്യനെ ഇപ്പം നമുക്ക് ഇന്ദ്രിയങ്ങളെ യമനം ചെയ്തുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ അടക്കി വാണുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അധിപനായിട്ട് ഏതൊരു ദേവൻ ഈ ശരീരത്തിൽ വർത്തിക്കുന്നുവോ അപ്രകാരം ആദിത്യൻ്റെ കിരണങ്ങളെ സംയമനം ചെയ്തുകൊണ്ട്, അതായത് ആദിത്യനിൽ നിന്നാണ് കിരണങ്ങൾ പുറത്തു വരുന്നത്, ഈ കിരണങ്ങളെ ആദിത്യൻ ഉപസംഹരിക്കുന്നു. ഈ മാതിരിയുള്ളൊരു സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആദിത്യൻ്റെ കിരണങ്ങളെ ഉപസംഹരിക്കുന്നവനും ഇവൻ തന്നെയാകുന്നു. അതായത് ചുരുക്കത്തിൽ ആദിത്യാന്തർഗതനായ ദേവൻ. ആദിത്യമന്ത്രഃ യമയതി യേഷത ആത്മാ അന്തര്യാമി, ഇതാണ് ഈ അന്തര്യാമി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അന്തര്യാമി ഇതാണ് തദ്ധർമ്മോപദേശാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞിരിക്കുന്ന പ്രസക്തമായിട്ടുള്ള ഭാഗം എവിടെയാണ്? ബ്രഹ്മോപദേശ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനാൽ ഈ പറയപ്പെട്ടിരിക്കുന്ന പുരുഷൻ തീർച്ചയായിട്ടും ആത്മാ തന്നെയാകുന്നു. ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാവല്ല, പരമാത്മാ തന്നെ എന്ന് ഗ്രഹിച്ചു കൊള്ളണം. ഈ പരമാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ തന്നെയാണ്. അതിനാൽ ഈ പറഞ്ഞിരിക്കുന്നത് സ്പഷ്ട ബ്രഹ്മലിംഗ വാക്യങ്ങളാകുന്നു എന്ന്. ഈ സ്പഷ്ട ബ്രഹ്മലിംഗ വാക്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് മുക്തിക്ക് വേണ്ടിയിട്ട് ആണ് അറിയേണ്ടതാകുന്നു. അപ്പോൾ എങ്ങനെ അറിയണം? യോസാവസൗ പുരുഷസ്സോഹമസ്മി എന്നുള്ള രീതിയിൽ അറിയണം എന്ന് സാരം.
അതായത് ആ ആദിത്യാന്തർഗതനായ പുരുഷൻ ഞാനാകുന്നു എന്ന രീതിയിൽ അവിടെ ഉപാസിക്കൽ സാധ്യമല്ല. പകരം സഹ അഹമസ്മീതി, ആ പുരുഷൻ ഞാനാകുന്നു എന്ന റെക്കഗ്നേഷൻ എന്നാണ്. ഇത് നമുക്കിവിടെ തിരിച്ചറിവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പുരുഷനെ നമ്മൾ അതാണ് ഞാനെന്ന് അറിയുന്നു എന്ന്. ആ പുരുഷൻ ഞാനാണെന്ന് ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധ്യാനിക്കാം. ആ പുരുഷൻ ഞാനാകുന്നു ധ്യാനിച്ചാൽ അവിടെ സുവർണമയനായിട്ടുള്ള ആദിത്യാന്തർഗതനായ പുരുഷനെ ധ്യാനിക്കുന്നു എന്നേ അർത്ഥമാവത്തുള്ളൂ. അതാണ് ധ്യാനത്തിൻ്റെ പ്രത്യേകത. ആ പുരുഷൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ധ്യേയമില്ല. അതാണ് അഹം മാം ധ്യായാമി, ഞാൻ എന്നെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ അർത്ഥമാക്കുന്നത്? അഹം മാം ധ്യായാമി, അഹം ആദിത്യം ധ്യായാമി, ഞാൻ ആദിത്യനെ ധ്യാനിക്കുന്നു. അഹം ആദിത്യാന്തർഗതം പുരുഷം ധ്യായാമി, അങ്ങനെ പറയാം. ആദിത്യാന്തർഗതനായ പുരുഷനെ ഞാൻ ധ്യാനിക്കുന്നു. ആദിത്യാന്തർഗതം പുരുഷം മാമിതി ധ്യായാമി എന്ന് പറഞ്ഞു വിചാരിച്ചു. അപ്പോൾ ആദിത്യാന്തർഗതനായ പുരുഷൻ ഞാനെന്ന് ധ്യാനിക്കുന്നു. എന്നാലും ധ്യാനമാണ്, എന്നാലും അത് ജ്ഞാനമല്ല. അപ്പം ധ്യാനം എപ്പോഴാണ് ധ്യാനം പറഞ്ഞിരിക്കുന്നത്? ധ്യാനം എവിടെ? സോപാധികം ചേത് ധ്യാതവ്യം. സോപാധികമാണെന്നുണ്ടെങ്കിൽ, ഭേദകൽപ്പന ഉണ്ടെങ്കിൽ മാത്രമേ ധ്യാനം സാധ്യമാവത്തുള്ളൂ. അവിടെ ധ്യാനമേ സാധ്യമാവത്തുള്ളൂ. പിന്നെ ജ്ഞാനം അവിടെ എന്താ? ജ്ഞാനം ആ പുരുഷനെ ധ്യാനിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ജ്ഞാനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ആധ്യാത്മികതയിൽ മനസ്സിലാക്കിയെടുക്കാൻ ചില ബുദ്ധിമുട്ടാണ് എന്നാണ് നമുക്ക് ഇതിനകത്തു നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് സ്വല്പം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇതിനെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അറിയാൻ ശ്രമിച്ചാൽ അറിയാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇത് അറിഞ്ഞ ശേഷം ഉടനെ തന്നെ എന്തെങ്കിലും അടുത്ത പണിക്ക് പോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാൻ മെനക്കെടേണ്ട കാര്യമില്ല. മറ്റൊരു പണി ഇല്ലാത്തവർക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയേക്കണം. അല്ലാതെ അതുകൊണ്ടിട്ട് നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പർപ്പസ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് പർപ്പസ് എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഉപാസന ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഉപാസ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഉപാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാത്വികമായിട്ടുള്ള ഉപാസനയുണ്ട്. അതിലൂടെ സാത്വികതയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം. പക്ഷേ വേറെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ രാജസം വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ രാജസമായിട്ടുള്ള ഉപാസനയുണ്ട്. വേറെ ചിലർക്ക് താമസമാണെന്നുണ്ടെങ്കിൽ താമസമായിട്ടുണ്ട്. പിന്നെ താമസമായിട്ടുള്ള ഉപാസന ചെയ്തിട്ട് നേടുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. രാവണൻ അങ്ങനത്തെ ഉപാസനയാണ് ചെയ്തത്, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ രാജസമായിട്ടുള്ള ഉപാസന ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. രാവണനും അതൊക്കെ തന്നെയാണ് ചെയ്തത്. രാജസന് അങ്ങനെ അസുരന്മാരും രാക്ഷസന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വിഭാഗങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ഇവർക്കെല്ലാം മനുഷ്യരെ പോലെ തന്നെ ഓരോരുത്തരും ഓരോ വിധത്തിൽ ഉപാസനകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ രാജസം താമസം രാക്ഷസം എന്നൊക്കെ മറ്റേ സാത്വികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെന്തെങ്കിലും ചെയ്യുന്ന പൂവിടുന്നതിന് പകരം എന്താണ് ഈ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഇതുണ്ടല്ലോ പഞ്ചമകാരങ്ങൾ വെച്ചിട്ടുള്ള ഉപാസനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അസുരന്മാരുടെയൊക്കെയാണ് തലവെട്ടി ഹോമം ആണ് രാവണൻ ചെയ്തത്, സ്വന്തം തല വെട്ടിയിടുക. ഇതേമാതിരിയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യാപ്തിയെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആരും എന്തും ചെയ്യും എന്നുള്ളത്, എന്തെങ്കിലും ഒന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ആരും എന്തും ചെയ്യുന്ന തരത്തിലൊക്കെയാണ് ഒരു പൊതു ആയിട്ടുള്ള ജീവൻ്റെ ഗതി കാണുന്നത്. അത് ജീവൻ്റെ ഉത്കൃഷ്ടഭാവം എന്ന് പറയുന്നത് ബ്രഹ്മാവിലേക്ക് എത്തുന്നു. ബ്രഹ്മാതി സ്തംഭപര്യന്തം എന്നുള്ള നികൃഷ്ടഭാവം എന്ന് പറയുന്നത് ഒരു പുൽക്കുടിയിലേക്ക്. നികൃഷ്ടത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ്, ഈ ബ്രഹ്മാവിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു, ഒരു പുൽക്കൊടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ആ ഒരു നിസ്സഹായതയുടെ പരമകാഷ്ഠയാണ് ഈ നികൃഷ്ടഭാവം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഈ സർവേശ്വരത്വത്തിൻ്റെ പൂർണ്ണതയിലാണ് നിൽക്കുന്നത് ഈ ഉത്കൃഷ്ടഭാവം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ ഉത്കൃഷ്ടനികൃഷ്ടം എന്ന് പറയുന്നത്, അല്ലാതെ വേറൊരു അർത്ഥത്തിലല്ല. നിസ്സഹായത അങ്ങേയറ്റം വന്നു കഴിയുമ്പോഴാണ് നികൃഷ്ടത്വം എന്ന് പറയുന്നത്.
അതിനെയാണ് ദുഃഖത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെ ദുഃഖത്തിൻ്റെ പരമകാഷ്ഠയെ വന്നതിനെ തന്നെയാണ് പാപം എന്നും പറയുന്നത്. പാപത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. അല്ലാതെ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വേറെന്തോ ആണെന്ന് വിചാരിക്കേണ്ടത്. ദുഃഖത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നതും നിസ്സഹായതയുടെ പരമകാഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഇനിയിപ്പോൾ ഒന്നും പറ്റത്തില്ല. അതുതന്നെയാണ് പാപത്തിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് പോകുന്നത്. അപ്പം ജീവൻ എവിടം തൊട്ട് എവിടം വരെ പോകാമെന്നാ, ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയും പോവാം, അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയും പോവാം. അങ്ങേയറ്റത്തിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ബ്രഹ്മാവിന് ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഈ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പോകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇന്നൊരാളെ ഉത്കൃഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നികൃഷ്ടൻ എന്ന് പറയേണ്ടി വരുമോ എന്ന ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് എന്ന് സാരം. പിന്നെ ഇന്നത്തെ നികൃഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഉത്കൃഷ്ടൻ എന്ന് പറഞ്ഞ് പൂജിക്കേണ്ടി വരാനും ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളോടും കൂടിയിട്ട് നിൽക്കുന്ന ഒരു ലോകമാണിത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രൂപമാറ്റം വന്നു കഴിഞ്ഞാൽ സാധനം മാറി. എന്താ അതിൻ്റെ ലക്ഷണം? എന്താ? അതിന് വേറെ ഒന്നുമല്ല, ചാണകം തന്നെ എടുത്താൽ മതി. ചാണകം ഒന്ന് രൂപമാറ്റം, ചാണകം ദുർഗന്ധം എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. എടുത്ത് അത് ചവിട്ടാൻ പോലും ചാണകത്തിൽ ചവിട്ടി പരിശുദ്ധനാകണമെന്നുള്ള ആരും വാശി പിടിക്കത്തില്ല. കാരണം ചാണകത്തിൽ ചവിട്ടാതെ മാറി നടക്കുന്നത്, അതാണ് ചാണകം. ഇത് ശിവരാത്രി ദിവസം ഉരുണ്ട ചാണകം ഉരുട്ടി ഉണക്കി ശിവരാത്രി ദിവസം ഭസ്മമാക്കി ആ ഭസ്മം ധരിക്കുമ്പോൾ എവിടോട്ട് പോയി എന്നാ? അത് നേരെ നെറ്റിയിലോട്ട് പോയി. വിശുദ്ധം പരം ശുദ്ധം അതൊക്കെ ഇതിൻ്റെ പരമപവിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥാനം മാറി. ഇതാണ് രൂപം മാറി, സ്ഥാനം മാറി, ഭാവം മാറി, ഗുണം മാറി, സകലതും മാറി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റേതായിട്ടുള്ള രീതി പോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോക്ക് എന്ന് സാരം. അതിനകത്ത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഉത്കൃഷ്ടതയും നികൃഷ്ടതയൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഓരോ കാരണം പറഞ്ഞിട്ട് നമ്മൾ ഈ നിന്ദാഭാവവും അതേമാതിരി ആദരവും ഒക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈശ്വരൻ തന്നെയാണ് ജീവാത്മരൂപത്തിൽ എല്ലാത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഈശ്വരൻ തന്നെയാണ് ജീവാത്മാവിനെ ഈ ഓരോരോ ഉപാസന ചെയ്തിട്ട് അത് തായോ ഇത് തായോ എന്ന് പറയുമ്പോൾ ജീവാത്മാവിനെ ഓരോന്ന് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നവനായിട്ടും ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ്. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? ഇതെല്ലാം മായ എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും ചോദിക്കരുത്. ഇത് ഉള്ളവനുണ്ട് എന്നുള്ള രീതിയിലാണ്. അതിനാണ് ഈ മായ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ രൂപം ഞാൻ കാണുന്നു, ഈ കാണുന്ന രൂപം സത്യമാണ് എന്ന് പറയുന്ന നാരദൻ്റെ അടുത്താണ് പറയുന്നത് മായ ഹ്യേഷ മയാ സൃഷ്ട യന്മാം പശ്യസി നാരദ. എൻ്റെ മായ കൊണ്ടാണ് എന്നെ ഈ വിധത്തിൽ നാരദ നീ കാണുന്നത്. നാരദന് മായയുണ്ട്, അതുകൊണ്ട് കാണുന്നു എന്നല്ല ഭഗവാൻ പറയുന്നത്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കാണുന്നുവോ അവർക്കാണ് മായ. അപ്പോൾ നാരദൻ കണ്ടു എന്ന് പറയുമ്പോൾ നാരദനെ ആരെ കണ്ടു? ഭഗവാനെ കണ്ടു എന്നുള്ളത് മായയ്ക്കുള്ളിലാണ് കണ്ടത്. അല്ലാതെ മായയുടെ പുറത്ത് നിന്നുകൊണ്ട് നാരദൻ മായയുടെ പുറത്തെത്തിയിട്ട് ഭഗവാനെ ഒരു സർവാലങ്കാരയുക്തനായിട്ടുള്ള രൂപമായിട്ട് കണ്ടു എന്നല്ല സാരം. ഇതാണ് ഈ പറയുന്ന മന്ത്രത്തിൻ്റെ ഇത് ശ്ലോകമാണെന്ന് തോന്നുന്നു, സ്മൃതിയാണ്. അപ്പോൾ അതിനകത്ത് ഈ സ്മൃതിയിൽ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം, ശ്രുതികൾക്ക് ഇതിനകത്തുനിന്ന് വൈരുദ്ധ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ പല ഭാഗത്തും നമ്മൾ കണ്ടു ഒരേ തരത്തിൽ എല്ലാ ശ്രുതികളുടെയും ഉദ്ദേശിക്കുന്നത് ഒരേ തരത്തിൽ തന്നെയുള്ള പോക്കാണ്. അതായത് പല സ്ഥലങ്ങളിൽ പല ദേവതകൾ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ഉദ്ദേശിക്കുന്നത് അവിടെ ഈ പരബ്രഹ്മത്തെ തന്നെയാണ്. അതുതന്നെയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന പരബ്രഹ്മത്തെ തന്നെ സ്പഷ്ടബ്രഹ്മലിംഗവാക്യവും അസ്പഷ്ടബ്രഹ്മലിംഗവാക്യവും സോപാധികവും നിരുപാധികം എന്നൊക്കെയുള്ള പല രീതിയിലാണിത് പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. ഇതുമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് 4 വരി പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവനും വേറിട്ട് കാണണം എന്നല്ല പറയുന്നത് എന്ന് നമ്മളിവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഇവിടെ നമുക്ക് ഇതിനകത്തൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ചുരുക്കത്തിൽ
ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സർവം ഖല്ലിതം ബ്രഹ്മ എന്നതിലാണ്. സർവം ഖല്ലിതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിന് സാധ്യമാവുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമാകുന്ന വിധത്തിൽ ന്യായങ്ങൾ കൊണ്ടുവരലാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഉപനിഷത്തുകളിൽ ചെയ്തിരിക്കുന്നത് എന്നത് നമുക്ക് ബ്രഹ്മസൂത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാവുന്നു എന്ന് നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരറിവ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ആകാശാധികരണം. ഈ അധികരണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ആകാശം. അപ്പോൾ ആകാശം ബ്രഹ്മമാണോ? ഇതാണ് ഈ ആധികരണത്തിലെ ചോദ്യം. ആകാശാധികരണം. ആകാശ തല്ലിംഗാത് എന്ന് 22ാമത്തെ സൂത്രം. അപ്പോൾ ആകാശ ബ്രഹ്മമാണോ? അപ്പോൾ ഈ ശ്രുതികളിൽ പലയിടത്തുമാണെങ്കിൽ ആകാശത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ടല്ലോ. അസ്യ ലോകസ്യ കാ ഗതിഹി ഇതി ആകാശ ഇതി ഹോവാച. ഛാന്ദോഗ്യോപനിഷത്തിനകത്ത് ഈ ലോകത്തിൻ്റെ ഗതി എങ്ങോട്ടേക്കാണ്? ആകാശത്തിലേക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തിരിച്ച് ആകാശത്തിൽ ലയിക്കുന്നു. ഇങ്ങനൊരു പ്രയോഗമുണ്ട്. ആകാശത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നത് എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ഇവിടെ ഇതിങ്ങനൊന്നും സാധ്യമല്ലല്ലോ. ഒരു യുക്തി കൊണ്ടും ഒരു വ്യാവഹാരികമായ ജ്ഞാനം കൊണ്ടും ആകാശത്തിന് ഒന്നിനെയും സൃഷ്ടിക്കാനും സാധ്യമല്ല. ആകാശത്തിലേക്കൊന്നും തിരിച്ചു പോയി ലയിക്കത്തുമില്ല. എന്തോ ഇവിടെ ഉണ്ടോ അത് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു, രൂപമാറ്റം വന്നു എന്നുള്ളതല്ലാണ്ട് അത് ആകാശമായി തീരുക എന്ന് പറയുന്നതില്ല. അതേമാതിരി ആകാശം ഇതിൻ്റെ എല്ലാം സൃഷ്ടാവാണെന്ന് പറയുക സാധ്യമല്ല. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇത് വ്യാവഹാരികമായ ജ്ഞാനം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രുതിയിൽ വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രയോഗം ഇങ്ങനെയുണ്ട്. ആകാശാത് വായു വായോരഗ്നിഹി അഗ്നിരാപഹ. ഇങ്ങനെ ശ്രുതിയിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട് ആകാശത്തിൽ നിന്നാണ് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ ക്രമം പറയുമ്പോൾ ആകാശാത് വായു എന്ന് പറഞ്ഞിട്ട് ആകാശത്തെക്കുറിച്ച് അവർ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സംശയത്തിന് ഹേതുവായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദ്യം, ഈ ആകാശ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പരബ്രഹ്മത്തെ തന്നെയാണോ ആകാശം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതോ ഭൂതാകാശമാണോ? അപ്പം ആകാശം അപരിമിതമാണ്. അതുകൊണ്ട് നമുക്ക് ആകാശത്തിലാണ് സർവ്വതും ഇരിക്കുന്നതെന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. ആകാശം അനന്തമാണെന്ന് പറയുന്നതുകൊണ്ടും വിരോധമില്ല. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പം നമ്മുടെ ചർച്ചാ വിഷയം ഇവിടെ ശ്രുതിയാണല്ലോ. അപ്പോൾ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ആകാശം ഭൂതാകാശമാണോ അതോ പരബ്രഹ്മമാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രുതിയിൽ ഇങ്ങനെയൊക്കെ ചില പ്രയോഗങ്ങളുണ്ട്. എല്ലായിടത്തും ആകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രസിദ്ധമായിട്ടുള്ള ആകാശം എന്ന് പറഞ്ഞാൽ ഭൂതാകാശം തന്നെയാണ്, സംശയം വേണ്ട. കാരണം പ്രസിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതിനെയാണ് പ്രസിദ്ധം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രസിദ്ധപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതിനെയാണ് പ്രസിദ്ധം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അറിയിപ്പിക്കാണ്ട് അറിയുന്നതാണ് പ്രസിദ്ധം. അതാണ് പ്രസിദ്ധം. എന്താണ് സർവ്വവിധത്തിലും പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് പറയാം. ഇപ്പം ആകാശം, ഇത് ഇനിയിപ്പം ഞാനൊരു അത്ഭുതകരമായ കാര്യത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും കണ്ണുകൾ തുറന്ന് നോക്കിക്കൊള്ളുവിൻ, ഇതാ നിങ്ങൾ കാണുന്നു ആകാശം എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തി 2 ചെണ്ടയും കൊട്ടിയാൽ കാണിക്കേണ്ടുന്നതായ ഒന്നല്ല ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേമാതിരിയാണ് വായു എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ്. പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ സർവ്വജീവന്മാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വായു. അതിനാൽ വായു പ്രസിദ്ധമാണ്. പിന്നെന്താ എല്ലാവർക്കും പ്രസിദ്ധമായിട്ടുള്ളത് അഹം, ഞാൻ എന്നുള്ള അവനവൻ്റെ അറിവുണ്ടല്ലോ. ആ അറിവും പ്രസിദ്ധമാണ് എന്നാണ്. അതാണ് പ്രസിദ്ധം. അതായത് മറ്റൊരുവൻ്റെ പേരല്ല പ്രസിദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പേരുമല്ല പ്രസിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹം അസ്മി എന്നുള്ളത് പ്രസിദ്ധമാണ്. അതുകൊണ്ട്
അഹം പ്രസിദ്ധ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പ്രസിദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം എന്നുള്ളത് പ്രസിദ്ധമായി അവിടെ. ആ അഹം പരമാത്മാ എന്നുള്ള അർത്ഥത്തിലേക്ക് പോകണ്ട, അഹം ജീവാത്മാ എന്ന തരത്തിൽ തന്നെ അഹം പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് ആ പ്രസിദ്ധാത്മാവാണ് അഹം എന്ന് പറയുന്നത്. ആ പ്രസിദ്ധാത്മാവായിട്ടുള്ള അഹം പരബ്രഹ്മമാണോ എന്നാണ് ഈ ഉപനിഷത്തുകളിലെ ചർച്ചകൾ മുഴുവൻ പോകുന്നത്. അപ്പം പരബ്രഹ്മം പ്രസിദ്ധമാണോ എന്നാ? പരബ്രഹ്മം പ്രസിദ്ധമല്ല. പ്രസിദ്ധമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അഹം എപ്രകാരം അവിചാരസിദ്ധം, അതായത് വിചാരം ചെയ്യേണ്ട കാര്യമില്ലാണ്ട് തന്നെ അഹം അറിയാവുന്ന ഒന്നായിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് പ്രസിദ്ധമാണ്. പരബ്രഹ്മം വിചാരം ചെയ്യാണ്ട് കിട്ടുന്നില്ല. അപ്പം പരബ്രഹ്മമാണോ അഹം ആണോ ഇവിടെ അവിചാരസിദ്ധം പ്രസിദ്ധം എന്നുള്ളത്? പ്രസിദ്ധമായിട്ടുള്ളത് അഹം തന്നെയാണ്. ആകാശമാണോ ബ്രഹ്മമാണോ പ്രസിദ്ധം? ആകാശം തന്നെയാണ് പ്രസിദ്ധം. കാരണം ആകാശം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് ഈ പ്രസിദ്ധം എന്ന് പറയുന്നത്. അപ്പം പ്രസിദ്ധമായിട്ടുള്ള ഈ ആകാശമാണോ? അപ്പോൾ ഇവിടെ പറയുന്നത് യഥേഷ ആകാശ ആനന്ദോ ന സ്യാത്. ഈ ആകാശം യഥേഷ ആകാശ ആനന്ദോ ന സ്യാത്. കോവാഹ്യ ഹി പ്രാണ്യാത്. ഇവിടെ ആർക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിൽ ചോദ്യം പോകുന്നുണ്ട്. അതായത് ഈ ആകാശം ആനന്ദം എന്നുള്ളത് അവിടെ പ്രയോഗം ഉണ്ട് എന്ന് സാരം. ഇത് ഈ ആനന്ദത്തെക്കുറിച്ച് ആകാശം അവിടെ ഏകമാണ്, ഇത് ബ്രഹ്മമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആകാശത്തിന് അവിടെ ബ്രഹ്മം എന്നുള്ള അർത്ഥം തന്നെയാണ്, ആനന്ദം എന്നുള്ള അർത്ഥം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആകാശോ വൈ നാമരൂപയോർ നിവഹിത തേ അന്തരാ തത് ബ്രഹ്മ എന്ന്. അപ്പോൾ ആകാശം വൈ എന്നുള്ള ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ആകാശ എന്ന് പറഞ്ഞിട്ട് അവിടെ. അപ്പോൾ മറ്റേ മന്ത്രം എന്ന് പറയുന്നത് യഥേഷ ആകാശ ആനന്ദോ ന സ്യാത് എന്ന് പറഞ്ഞ തൈത്തിരീയം 2:7. ഇനി ആകാശോ വൈ നാമരൂപയോർ നിവഹിത തേ യദന്തരാ തത് ബ്രഹ്മ എന്ന്. അപ്പോൾ ആകാശത്തെക്കുറിച്ച് പരാമർശിച്ചിട്ട് തത് ബ്രഹ്മ എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാകുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ ആകാശത്തിൻ്റെ 2 ഗുണങ്ങൾ എടുത്തുകൊണ്ട് ആകാശത്തിനൊന്ന് സർവ്വവ്യാപകത്വമുണ്ട്. അപ്പോൾ ഈ സർവ്വവ്യാപകത്വം ഉണ്ട്. പിന്നെ അതിനേമാല് അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒന്നിനോടും ചേരുന്നില്ല എന്നുള്ളതൊന്നുണ്ടല്ലോ. അതായത് ആകാശത്തെ നമുക്ക് ഒന്നിനോടും ചേർക്കാൻ പറ്റത്തില്ല, ഒട്ടിപ്പിടിക്കാൻ. ആകാശം പോയിട്ട് ഒന്നിനോട് ഒട്ടിപ്പിടിക്കുക എന്ന് പറയുന്നതുമില്ല, ആകാശത്തിനോട് പോയിട്ട് ഒന്നിനെ ഒട്ടിപ്പിടിക്കാനും സാധിക്കില്ല. നിർലേപത്വം എന്ന് പറയുന്നുണ്ട്. അപ്പം സർവ്വവ്യാപകത്വവും നിർലേപത്വവും എന്ന് പറയുന്നത് ഇത് രണ്ടും നമുക്ക് ബ്രഹ്മത്തിനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സർവ്വവ്യാപകത്വം ഉണ്ട്, അതേമാതിരി നിർലേപത്വം ഉണ്ട്, ഒന്നിനോടും ഒട്ടാത്തതെന്ന് പറയുന്നു. അപ്പോൾ ഒന്നിനോടും ഒട്ടാത്തതും അതായത് കൊണ്ടാണ് സ്വതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിനോടും ഒട്ടാത്തതായിട്ട് നിർലേപവുമാണ്, അത് പിന്നെ സർവ്വവ്യാപിയുമാണ്. അപ്പോൾ അതുകൊണ്ട് സദൃശം ആകാശ സദൃശം ബ്രഹ്മ ഇങ്ങനെ പറഞ്ഞൂടെ? ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആകാശ സദൃശം ബ്രഹ്മ ഇത്യുപാസീത ഇങ്ങനെയാണ് കിടക്കുന്നതെന്നെങ്കിലോ? ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ ഇല്ല, അങ്ങനെയാണ് പറയുന്നതെങ്കിലോ ആകാശ ശരീരം ബ്രഹ്മ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആകാശ ശരീരം ബ്രഹ്മ ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആകാശത്തെ പോലെ വിശാലമാണ് ബ്രഹ്മമെന്ന് ഉപാസിക്കുക, ഇങ്ങനെ എടുത്തൂടെ? ഇതാണ് വേറൊരു ചോദ്യം. ആകാശം ബ്രഹ്മമാണെന്ന് ഉപാസിച്ചൂടെ? ആകാശത്തെ പോലെ വിശാലമാണ് ബ്രഹ്മമെന്ന് ഉപാസിച്ചൂടെ? ഇങ്ങനെയൊക്കെയാണോ ശ്രുതിയിൽ കിടക്കുന്നത് എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഉപാസിക്കുക. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂതാകാശമാണെങ്കിൽ പ്രസിദ്ധമാണ് ഭൂതാകാശം, പക്ഷേ അതല്ല ബ്രഹ്മം, അതല്ല ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആകാശം എന്ന് പറയുന്നത് ആനന്ദം, അനന്തം, ആകാശം ഈ മാതിരിയുള്ള പല പറച്ചിലുകളുണ്ട്. അതിനകത്തൊരു പറച്ചിലാണ് ഓം കം ബ്രഹ്മ ഖം ബ്രഹ്മ എന്ന്. ഛാന്തോക്യോപനിഷത്തിനകത്തുണ്ട് കം ബ്രഹ്മ, കം സുഖം എന്ന്. അതാണ് കം.
ഓം കം ബ്രഹ്മ. കം ബ്രഹ്മ സുഖം ബ്രഹ്മമാണ്. ഖം ബ്രഹ്മ ആകാശം ബ്രഹ്മമാണ്. ഈ ഛാന്തോപനിഷത്തിനകത്തെ 4, 10, 15 കിടപ്പുണ്ട്. അവിടെ ആകാശം ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഖം എന്ന് പറയുന്ന ആകാശമില്ലേ, അത് ബ്രഹ്മത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദൃശ്യ അല്ലെങ്കിൽ നമുക്ക് ഭൂതബ്രഹ്മമായ ഭൂതാകാശത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേമാതിരി വേറൊരു മന്ത്രമുണ്ട്, സൈഷ ഭാർഗവി വാരുണി വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത എന്നുള്ള മന്ത്രമുണ്ടല്ലോ. അത് തൈത്തിരീയ ഉപനിഷത്തിനകത്തെ 3:6 പറഞ്ഞിരിക്കുന്നു. അവിടെ സ ഏഷ ഭാർഗവി വാരുണി വിദ്യ. ഈ വിദ്യയുടെ പേരാണ് ഭാർഗവി വാരുണി വിദ്യ. അതായത് ഭൃഗുവിൻ്റെ പുത്രനായിട്ടുള്ള വരുണൻ്റെ വിദ്യ എന്നുള്ളതാണ് ഭാർഗവി വാരുണി വിദ്യ. ഈ വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത. അത് ബ്രഹ്മവിദ്യയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മവിദ്യ എവിടെ സ്ഥിതി ചെയ്യുന്നുള്ളത്? പരമേ വ്യോമൻ. പരമേ വ്യോമൻ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വ്യോംനി എന്ന്. പരമേ വ്യോംനി ആകാശത്തിൽ. വ്യോമം ആകാശം. ആ വ്യോംനി എന്നുള്ള ഒരു ഛാന്തസ പ്രയോഗമാണ് അവിടെ വ്യോമൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷഷ്ടി പ്രയോഗമാണ് അവിടെ. ആകാശത്തിൽ പ്രതിഷ്ഠിതമാണ്. അവിടെ ആകാശം വ്യോമത്തിനും അവിടെ വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന്. ഇനി ഋഗ്വേദ സംഹിത 1:167-89 പറഞ്ഞിട്ടുണ്ട്, ഋജോ അക്ഷരേ പരമേ വ്യോമൻ. അവിടെയും കാണാം നമുക്ക് പരമേ വ്യോമൻ, പരമമായിട്ടുള്ള ഈ ആകാശത്തിൽ എന്ന്. ഇങ്ങനെ നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്ക് ആകാശം എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം എന്ന്. അതുപോലെ ആകാശത്തിലെല്ലാം ജയിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം ബ്രഹ്മത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഈ സൃഷ്ടിക്രമമൊക്കെ പറയുന്ന സന്ദർഭത്തിൽ മായയ്ക്ക് വിധേയമായിട്ട് പറയുമ്പോൾ അവിടെ അത് മറ്റൊന്നിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഭേദം നമ്മളെപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതായത് അഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാധികമാണെങ്കിൽ ജീവാത്മാവിനെ കുറിച്ച് പറയുന്നതെന്നും നിരുപാധികമാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അവിടെ നിരുപാധികമാണ്, ബ്രഹ്മമാണ് എന്ന്. അപ്പോൾ ഇവിടെ ഈ മാതിരിയിലുള്ള ഭേദത്തെ അറിയേണ്ട സന്ദർഭങ്ങളിൽ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. അടുത്തത് നമുക്ക് കാണാം പ്രാണാധികരണം. ഇപ്പോൾ നമ്മൾ ആകാശാധികരണം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പ്രാണാധികരണം വന്നു കഴിഞ്ഞാൽ ചോദ്യം ഇതാണ്, പ്രാണനെക്കുറിച്ച് ഈ ശ്രുതികളിലൊക്കെ ഉപനിഷത്തുകളിലൊക്കെ ധാരാളം പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പ്രാണനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു പ്രാണനുണ്ട്. ഈ പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ ഇതുണ്ടല്ലോ, ഈ വായുവിനെ പ്രാണൻ എന്ന് പറയുന്നു. പിന്നെ ഈ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ എന്ന് പറഞ്ഞാൽ പഞ്ചപ്രാണന്മാരെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ഒന്നാണ് പ്രാണൻ. എന്നിട്ട് ഈ പ്രാണനെ കുറിച്ച് പറയുന്നത് ഈ ഇതുണ്ടല്ലോ, സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രാണനെ അറിയുന്നത്, പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പ്രാണനെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ പ്രാണനെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെയാണോ അതോ ഈ പറഞ്ഞിരിക്കുന്ന പരിമിതപ്പെട്ട വായു വികാരത്തെയാണ്? ചോദ്യം ഇതാണ് പ്രാണാധികരണത്തിലെ ചോദ്യവും ഉത്തരവും കിടക്കുന്നത്. ആത ഏവ പ്രാണഃ. അതിനാൽ തന്നെ പ്രാണഃ എന്ന്. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഉദ്ദേശിക്കുന്നത് എവിടെയാണോ ആകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ മാതിരിയുള്ള ശ്രുതിവാക്യങ്ങളിൽ ബ്രഹ്മത്തെ തന്നെയാണെന്ന് പറയുന്നത് പോലെ അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ശ്രുതിവാക്യങ്ങളിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കണം. എന്നിട്ട് ബ്രഹ്മത്തെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബ്രഹ്മത്തെ തന്നെയാണ് ഗ്രഹിക്കേണ്ടത്. ഇതാണ് സൂത്രം. അപ്പോൾ ഈ മന്ത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട്. സർവാണി ഹവാ ഇമാനി ഭൂതാനി പ്രാണമേവാഭിസംവിശന്തി
പ്രാണമഭ്യുജ്ജിഹതേ സൈഷാ ദേവത പ്രസ്താവമന്വായത്ത. അർത്ഥം ഇതാണ്: എല്ലാ ഭൂതങ്ങളും പ്രാണനിൽ ലയിക്കുന്നു, പ്രാണനെ ആശ്രയിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ ദേവതയാണ് ഈ പ്രസ്താവത്തിൽ പറയുന്നത്. ഈ മാതിരിയുള്ള നമുക്ക് കാണാം. യഥാ വൈ പുരുഷസ്വപിതി പ്രാണം തർഹി വാഗപ്യേതി പ്രാണം ചക്ഷു പ്രാണം ശ്രോത്രം പ്രാണം മനഃ സ യഥാ പ്രബുദ്ധ്യത്തെ പ്രാണാദേവാധി പുനർജായന്തി എന്ന് ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പം നമ്മൾ ഈ ഉറക്കത്തിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്? അപ്പം ഈ ഉറക്കത്തിലെല്ലാം മനസ്സിൽ പോയി ലയിക്കുന്നു, പിന്നെ മനസ്സും പോയി ലയിക്കുന്നു. അങ്ങനെ എല്ലാ സർവ്വലയങ്ങളും സംഭവിക്കുന്ന ഒന്നാണോ? പക്ഷെ അങ്ങനെയല്ല പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം പോയി പ്രാണനിൽ ലയിക്കുന്നു, പ്രാണൻ അവിടെ ഉണർന്നിരിക്കുന്നു. പ്രാണൻ ഉണർന്നിരിക്കുന്നത് കൊണ്ട് ഉറക്കത്തിൽ പ്രാണനാണ് ജീവരക്ഷകൻ എന്ന് പറയുന്നത്. പ്രാണൻ, അതുകൊണ്ടാണ് പ്രാണൻ രക്ഷകനാണ് എന്ന്. അതായത് ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉറങ്ങുകയോ ബോധം കെട്ട് കിടക്കുകയോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാണന് ഉറക്കമില്ലാത്തവനായിട്ട്, ഒരിക്കലും ഉറങ്ങാത്തവനായിട്ടിരിക്കുന്ന ഒരുവനാണ് പ്രാണൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഉറങ്ങും, മനസ്സുറങ്ങും, ബുദ്ധി ഉറങ്ങും, ഇന്ദ്രിയങ്ങൾ ഉറങ്ങും. ഒരിക്കലും ഉറങ്ങാത്തവൻ പ്രാണൻ. അതുകൊണ്ടാണ് പ്രാണൻ സന്തത സഹചാരി എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് രക്ഷിക്കുകയാണെങ്കിൽ ആരെയാണ് ഒരുവൻ രക്ഷിക്കേണ്ടതെന്ന്? അവനെ പ്രാണനെയാണ് രക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രാണരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളെപ്പോഴും നമ്മളെ രക്ഷിക്കേണ്ടത്, നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മളെപ്പോഴും രക്ഷിക്കണം. അതെന്തുകൊണ്ട്? നമ്മുടെ കൂടെ ഉള്ളവരെന്ന് പറയുന്നതിനകത്താണെങ്കിൽ ഒന്നാമതുള്ളവൻ പ്രാണനാണ്, അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാവരും വരത്തുള്ളൂ. അതിന് നമ്മളൊപ്പം അഹത്തിനോടൊപ്പം പ്രാണനാണ് ഒന്നാമതുള്ളവൻ എന്ന്. അതുകൊണ്ടാണ് എല്ലാവരും ആദ്യം നോക്കുന്നത് എന്താ? അത് ബോധത്തിലിരുന്നാലും നോക്കുന്നത്, ബോധം കെട്ടുനോരുന്നു കഴിഞ്ഞാലും നോക്കുന്നത് എന്ന് പറയുന്നത് അത് പ്രാണരക്ഷ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ പ്രാണന്റെ പ്രത്യേകത? യഥാ വൈ പുരുഷസ്വപിതി, യഥാ എപ്പോഴാണോ, യഥാ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ, പുരുഷ വ്യക്തി എന്നേ അർത്ഥമുള്ളൂ, സ്വപിതി ഉറങ്ങുന്നത്. നമ്മൾ ഈ സ്വപിതിക്ക് നമ്മൾ സ്വമപീതി എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയോ വ്യാഖ്യാനങ്ങൾ കണ്ടല്ലോ, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വപിതിയെക്കുറിച്ച് നമ്മൾ മുമ്പൊരിടത്ത് കണ്ടതാണ്. പ്രാണം തർഹി വാഗപ്യേതി, ആ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രാണം തർഹി തീർച്ചയായിട്ടും പ്രാണം അപ്യേതി, പ്രാണനെ പ്രാപിക്കുന്നു. ആര്? വാക്ക് പ്രാണനെ പ്രാപിക്കുന്നു. പ്രാണം ചക്ഷു പ്രാണനെ പ്രാപിക്കുന്നു. ലയിക്കുന്നു, പ്രാപിക്കുന്നു പറഞ്ഞാൽ ലയിക്കുന്നു. വാക്ക് പ്രാണനിൽ ലയിക്കുന്നു, ചക്ഷു പ്രാണനിൽ ലയിക്കുന്നു. പ്രാണം ശ്രോത്രേന്ദ്രിയം പ്രാണനിൽ ലയിക്കുന്നു. പ്രാണം മനസ്സ് പ്രാണനിൽ ലയിക്കുന്നു. മനസ്സ് പ്രാണനിൽ ലയിക്കുന്നു പറയുമ്പോഴാണ്, അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ചിന്തിച്ചാൽ ഉറങ്ങുന്നില്ല, ചിന്തിക്കുന്നില്ലാത്തത് എപ്പോഴാണ് നമ്മൾ ഉറങ്ങി എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിറങ്ങി എന്നുള്ളതാണ്. ഞാൻ നല്ല ഉറക്കത്തില്ല, പക്ഷെ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. വേറെ എല്ലാം ഉണർന്നിരിക്കുകയാണെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുന്നവനാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയും ചില സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളത് ഇത്രയും നേരം ഞാൻ ഉണർന്നു ഇരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ അത് ഒരു പകലും കൂടെ ആണെങ്കിൽ ഉറങ്ങുകയും സ്വപ്നം കാണുകയും പകലായിട്ട് സ്വപ്നം കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവന് അവൻ പറയും, ഞാനിപ്പം കണ്ടങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് പറയും. ഉണർന്നിരിക്കുകയല്ല, എല്ലാം ഞാൻ കേൾക്കുകയായിരുന്നു പറയും. അവൻ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ശബ്ദമല്ല കേട്ടത്, അവൻ അവിടെ നിന്നുകൊണ്ട് രാഗവിസ്താരം കേട്ടു. സംഗീതപ്രിയനായതുകൊണ്ട് രാഗവിസ്താരം കേട്ടു. ആ രാഗവിസ്താരവും പുറത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഏതോ വണ്ടിയുടെ ഹോണടിയാണ് നടക്കുന്നത്. ഇവൻ അവിടെ കേട്ടത് എന്ന് പറഞ്ഞാൽ വീണവായനയാണ് കേട്ടത്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്.
എന്തോ ഒരു നുള്ള് ശബ്ദം അവിടെ ഉള്ളിലേക്ക് ചെന്നു, അത് സംഭവിച്ചു. പക്ഷേ അതെടുത്തുകൊണ്ട് മനസ്സൊരു കളി കളിച്ചു. ആ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വീണവാനിയാക്കി മാറ്റി. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം പ്രാണം മനഃ സവായതാ പ്രബുദ്ധ്യത്തെ പ്രാണാദേവധി പുനർജായതേ. അപ്പോൾ സഹ യഥാ, ഈ പുരുഷൻ യഥാ എപ്പോഴാണോ പ്രബുദ്ധ്യത്തെ, എപ്പോഴാണോ ഇവന് ഉണർന്നു വരുന്നത്, അപ്പോഴെന്താ പ്രാണാദേവ അധി പുനർജായതേ, അപ്പോൾ പ്രാണനിൽ തന്നെ എല്ലാം പുനർജനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം പറയുന്നുണ്ടല്ലോ, ഇതാണ് ചോദ്യം. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിനെക്കുറിച്ചും ഒക്കെ പറയുന്നിടത്ത് എന്നതുപോലെ അത് പ്രാണാദേവ അധി പുനർജായന്തി എന്നൊക്കെ പറഞ്ഞതിന് സമാനമായിട്ടുള്ളത് അല്ല. സർവാണി ഹവ ഇമാനി ഭൂതാനി പ്രാണമേവ അഭിസംവിശന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയണം നമ്മൾ. അപ്പോൾ സർവഭൂതങ്ങളും എന്ന പ്രയോഗം നടത്തി കഴിയുമ്പോൾ അവിടെ പ്രാണനിൽ നിന്നാണ് ഇതെല്ലാം സർവഭൂതങ്ങളും ഉണ്ടാവുന്നതെന്നും സർവഭൂതങ്ങളും തിരിച്ചു ലയിക്കുന്നത് പ്രാണനിലേക്കാണ് എന്ന് പറയുമ്പം പ്രാണന് അവിടെ ഒരു പരിമിതമായിട്ട് മുഖ്യപ്രാണനെന്നോ അല്ലെങ്കിൽ പ്രാണൻ ഹിരണ്യഗർഭനെന്നോ അർത്ഥത്തിലല്ല പറയുന്നത്, പരബ്രഹ്മ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവിടെ ഗ്രഹിച്ചു കൊള്ളണം എന്ന്. അപ്പം അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? യഥാ സുപ്തഃ സ്വപ്നം ന കഞ്ചന പശ്യതി യഥാ അസ്മിൻ പ്രാണയേവ ഏകഥാ ഭവതി തഥാ ഏനം വാക് സർവൈർനാമഭിസഹാപ്യേതി. എപ്പോൾ സുഷുപ്തനായിട്ട് യാതൊരു സ്വപ്നവും കാണുന്നില്ലയോ അപ്പോൾ വാക്ക് സർവനാമങ്ങളോടുകൂടെ പ്രാണനിൽ ലയിക്കുന്നു എന്ന ശ്രുതി പ്രാണൻ ബ്രഹ്മം തന്നെ എന്ന് ഉപദേശിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ പ്രാണനിൽ പോയിട്ട് ലയിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പ്രാണൻ ബ്രഹ്മം തന്നെ എന്ന് അർത്ഥം ഗ്രഹിച്ചുകൊള്ളാൻ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ അത് നമുക്കതിപ്പം എങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നു? പ്രാണൻ ഈ പ്രാണശബ്ദത്തിന് ഈ പഞ്ചപ്രാണന്മാരിൽ അതിപ്രസിദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കണം. പഞ്ചപ്രാണന്മാരിൽ അതിപ്രസിദ്ധി ഉള്ളത് കാരണം ഈ പ്രാണനെ നമ്മൾ ഈ അഞ്ചിലൊന്നായിട്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അഞ്ചിലൊന്നായിട്ട് എടുക്കുന്ന പ്രാണന് ജഡരൂപത്വമുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ചൈതന്യത്തെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയും? പ്രാണസ്യ പ്രാണം എന്നുള്ള പ്രയോഗമുണ്ട്. പ്രാണസ്യ പ്രാണം പ്രാണബന്ധനം ഹി സൗമ്യാമനഃ, പ്രാണൻ്റെയും പ്രാണൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പം പ്രാണസ്യ പ്രാണം എന്ന് പറയുന്നിടത്ത് ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രാണസ്യ പ്രാണം എന്ന് പറയുന്നിടത്ത് പിതുഃ പിതാ എന്നതുപോലെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അച്ഛനും രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അച്ഛനും ഒരാൾ തന്നെ എന്ന അർത്ഥത്തിൽ എടുക്കത്തില്ലല്ലോ. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയത്തില്ല. അതുപോലെ പ്രാണസ്യ പ്രാണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പ്രാണൻ എന്നുള്ള ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പം നമ്മളിവിടെ ഈ ജഡമായിട്ടുള്ള പ്രാണനും ചേതനയായിട്ടുള്ള പ്രാണനെയും തമ്മിൽ വേർതിരിച്ചറിയണം. ചില പാടാണ്, പക്ഷേ എങ്കിൽ കൂടിയും ആ തരത്തിലൊക്കെയാണ്. അതായത് മന്ത്രത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചേതനയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, ചേതനയിൽ പോയാണ് എല്ലാം തിരിച്ച് ലയിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് പ്രാണശബ്ദം അവിടെ ചേതനയ്ക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഉടനെ ചോദ്യം വന്നത് അതുകൊണ്ടാണ്, അങ്ങനെയാണ് ഉറക്കത്തിൽ പോയിട്ടെല്ലാം ലയിക്കുന്നു, ഉറക്കത്തിൽ നിന്നെല്ലാം ഉണർന്നു വരുമ്പോൾ പ്രാണനിൽ പോയി ലയിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ
ദേഹത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണൻ എന്ന് പറയുമ്പോൾ അത് ഈ ജഡരൂപമായിട്ടുള്ള പ്രാണനെ കുറിച്ചല്ല. ജഡരൂപമായിട്ടുള്ള പ്രാണനെയും നയിച്ചുകൊണ്ട് യാതൊരുവനാണോ ശരീരനേത എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. ശരീരത്തെ നയിക്കുന്നവൻ എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈതന്യത്തെ തന്നെയാണ് എന്ന് ഗ്രഹിച്ചു കൊള്ളണം എന്ന്. അതായത് ചേതന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും പ്രസക്തിയില്ല. ഇത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ അത് ഇപ്പം നമുക്കത് ഈ പ്രകരണം നോക്കണം ചുരുക്കത്തിൽ. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. വസന്തേ വസന്തേ ജ്യോതിഷ യജേത എന്ന്. അപ്പോൾ അവിടെ ഒരു പ്രയോഗം നടത്തി. വസന്തേ വസന്തേ ജ്യോതിഷ യജേത. വസന്തം തോറും, ഇതാണ് വസന്തേ വസന്തേ. ഈ 2 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ ഈ അർത്ഥം കിട്ടും. വസന്തം തോറും, വസന്തേ വസന്തേ ജ്യോതിഷ യജേത. ജ്യോതിസ് കൊണ്ട് യജ്ഞം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യോതിസ് കൊണ്ട് യജ്ഞം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസിദ്ധ ജ്യോതി എന്ന് പറഞ്ഞാൽ ഏതാ? ആദിത്യനാണ് പ്രസിദ്ധ ജ്യോതി. അഗ്നിർവാ, അഗ്നിയാവാം. ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് പറയുകയാണ് ഇത് ഈ ജ്യോതിസ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ആദിത്യനെ കൊണ്ടോ ഹവിസ് ചെയ്യണം, ഹോമം ചെയ്യണം. യജേത എന്നാണ് പറഞ്ഞത്. ഹോമം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനാണ് പറഞ്ഞത് പ്രകരണം നോക്കാൻ പറയുന്നത്. ചുമ്മാ കയറിയിട്ട് എന്തെങ്കിലും കയറി പറയരുത്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്, ആരോടാ പറഞ്ഞിരിക്കുന്നത്, എന്ത് ഫലം കിട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് വേണം, അതാണ് ഇത് അറിഞ്ഞിട്ടൊക്കെ വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. ഈ വാക്യത്തിൽ ജ്യോതിഷ എന്ന് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ശരിയാ. എന്താ പറഞ്ഞിരിക്കുന്നത്? വസന്തേ ജ്യോതിഷ യജേത. ജ്യോതിസ എന്ന് പറഞ്ഞാൽ തൃതീയാണ് പറഞ്ഞിരിക്കുന്നത്. ജ്യോതിസ് കൊണ്ട് യജ്ഞം ചെയ്യണം. അപ്പം ജ്യോതിസ എന്ന് പറഞ്ഞാൽ പ്രകരണം എന്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ജ്യോതിഷ്ടോമം എന്ന പ്രകരണ നിർദ്ദിഷ്ടമായ അർത്ഥമാണ് ജ്യോതിസ എന്ന് പറഞ്ഞതുകൊണ്ട് ജ്യോതിഷ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജ്യോതിഷ എന്ന് പറഞ്ഞാൽ തൃതീയ, അതുകൊണ്ട് ജ്യോതിസ് കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു പ്രകരണമാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രകരണത്തിലെ ജ്യോതിഷ്ടോമത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജ്യോതിഷ്ടോമം എന്ന് പറയുന്ന ഒരു യജ്ഞമാണ്, ക്രിയയാണ്. ആ ക്രിയയാൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ വസന്തം തോറും ജ്യോതിഷ്ടോമം ചെയ്യണം. ജ്യോതിഷ്ടോമം എന്താ? അതൊരു യജ്ഞമാണ്. സംഭവം തീർന്നു. ഇതാണ് നമ്മൾ അത് പ്രകരണം അറിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം പറയാൻ. ഇതുപോലെ എടുക്കണം പ്രാണനെക്കുറിച്ച് പറയുന്നത്. ബ്രഹ്മത്തെക്കുറിച്ചാണ്. പ്രാണശബ്ദം ബ്രഹ്മത്തിന് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മം തന്നെയെന്ന് ഗ്രഹിക്കണം. ഇനി അതല്ല പ്രസിദ്ധ പ്രാണനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിട്ടെടുത്തോളൂ. അപ്പം പ്രസിദ്ധ പ്രാണനേതാ? പ്രസിദ്ധ പ്രാണൻ ഹൃദയത്തിൻ്റെ 4 ദിക്കുകളിലും 4 ദ്വാരങ്ങൾ എന്നാണ് ഒരു പ്രയോഗം കിടക്കുന്നത്. എന്നിട്ട് ശിരസ്ഥാനത്ത് ഒരു ദ്വാരവും കൂടി. അപ്പോൾ ഹൃദയത്തിന് 4 ദിക്കിലും 4 ദ്വാരങ്ങളും പിന്നെ 5ാമതായിട്ടൊരു ദ്വാരം മുകൾ സ്ഥാനത്തുമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നു ഹൃദയത്തെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ദ്വാരം, ബാക്കി 4 ദ്വാരങ്ങൾ ഈ 2 വീതം 2 ഭാഗത്തുമായിട്ട്. എന്നിട്ട് അവിടെ നിൽക്കുന്നവരാരാണ്? ഈ 5 പ്രാണന്മാരും ഈ ഓരോ ദ്വാരങ്ങളിലെ നിൽക്കുന്നു. അങ്ങനെ കാവൽ നിന്നുകൊണ്ട് ഹൃദയത്തെ രക്ഷിക്കുന്നു എന്ന്. ഹൃദയാന്തർഗതനായ പുരുഷനെ രക്ഷിക്കുന്നവരായിട്ട് പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, ധ്യാനൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ 5 പ്രാണന്മാർ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു കൽപ്പന. അതുകൊണ്ട് പ്രാണസ്യ പ്രാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കണം. ഇപ്പോൾ ഇവിടെ നിർത്താം നമുക്ക്.